ഹലോ ഗായ്സ്, ഞാനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. വേറൊന്നുമല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസമായിട്ടൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അത് ഞാൻ വിചാരിച്ചു വേറെ ഏതോ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഓർഡർ ചെയ്ത കാര്യം തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നോക്കിയപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സംഭവം വേറൊന്നുമില്ല, ഈ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡ് ആൻഡ് മൗസ്, പിന്നെ മറ്റേ OTG USB ഹബ് കോംബോ ഇല്ലേ, ആ ഒരു സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പം ആ സാധനത്തിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അൺബോക്സിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ആക്കിയായിരുന്നു. കാരണം ഇത് വന്നു കഴിഞ്ഞിട്ട് ഇത് വർക്ക് ആവുന്നുണ്ടോ എല്ലാം നോക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം അൺബോക്സ് ചെയ്തു. പക്ഷേ അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുമില്ല. കാരണം ഈ ഒരു വീഡിയോ ഞാൻ എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുത്ത സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ അധികം പറയുമൊക്കെ ഇത് റെക്കോർഡാക്കിയത് ഇന്നൊന്നും അല്ല. അപ്പം ഈ സാധനം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ റെക്കോർഡാക്കിയ സമയത്ത് എൻ്റെ പറച്ചിലും ടൈമിങ്ങും വ്യത്യാസമുണ്ട്. കാരണം ഈ ഓഡിയോ ഞാൻ പിന്നെയാണ് കൊടുത്തത്. കാരണം അന്നേരം ഞാൻ ഓഡിയോ ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നലെ ഒന്നും വീഡിയോ ഇടായിരുന്നത്. ഇന്നലെ ഈ വീഡിയോ ഇടേണ്ടായിരുന്നു, പക്ഷേ ഇന്നലെയും വീഡിയോ ഇട്ടില്ല. കാരണം ഇന്നലെ സാധനം വന്നായിരുന്നു. പിന്നെ വന്നതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലാം സെറ്റാണെന്ന് നോക്കിയ സമയത്ത് നമ്മുടെ ഈ ഇതിനകത്തുണ്ടായിരുന്ന ഒരു USB ഹബ്ബ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ എല്ലാ പോർട്ടും 4 പോർട്ടുള്ള USB ഹബ്ബ്, ആ സാധനം വർക്കാവുന്നില്ല ഗൈസ്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല, ഈ സാധനം വർക്കാവുന്നില്ല. അതാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ നമുക്ക് ഈ സാധനം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം വേറെ ഒന്നുമല്ല, ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പം ഇതാണ് ബെസ്റ്റർ സെറ്റ് ഓഫ് 5 കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് സാധനം ഇത് ക്ലിയർ ആക്കി കാണിച്ചു തരാം ഗൈസ്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇങ്ങനെയാണ് സാധനമൊക്കെ വരുന്നത്. ഇതിനകത്ത് RS 2000 കൂട്ടിയെന്നൊക്കെ എഴുതിയേക്കുന്നത്, പക്ഷേ അതൊന്നും കണക്കാക്കണ്ട ഗൈസ്. കാരണം ഇത് ഞാൻ ഓൺലൈനിൽ അതായത് 529 രൂപയ്ക്കെങ്ങാണ്ട് 28 രൂപയ്ക്കെങ്ങാണ്ട് സാധനം കിട്ടി ഗൈസ്. കൊള്ളാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പുറത്തൂടെ വരുന്നത്. ഇതിൻ്റെ മേളിൽ കൂടി പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പം അതിൻ്റെ ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറിച്ചു ഗൈസ്. അതൊക്കെ നനഞ്ഞാണ് ഇരുന്നത്, അപ്പോൾ അതൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ ഇപ്പം ഗൈസ് നമുക്ക് സാധനം തുറന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഇതിന് ഇവിടെ ഒരു ചെറിയൊരു സാധനം ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അറിയാം ഗൈസ്. ആദ്യം തന്നെ കാണാൻ പറ്റും, അടുപ്പിച്ച് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, കാണാൻ പറ്റും. ഇച്ചിരി വൈറ്റസ് കൂട്ടട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്ററിൻ്റെ തന്നെ ഒരു മൗസ് പാഡാണ് ഈ ചെറിയൊരു മൗസ് പാഡ്. എനിക്ക് ഇങ്ങനത്തെ മൗസ് പാഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏതായാലും ആഗ്രഹം സഹായിച്ചിട്ട് ഈ മൗസ് പാഡും കാര്യങ്ങളും കിട്ടി ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ മൗസ് പാഡും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നല്ല പാക്കിങ് കാര്യങ്ങളാണ് ഗൈസ്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവരുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ. കാണാം അത്രയും നല്ലതായിട്ട് കിട്ടുന്നത്. ഇത് ലാഭമാണ് ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. USB ഹബിൻ്റെ കാര്യത്തിൽ ലാഭമല്ല ഗൈസ്, അത് വൻ ദുരന്തമായിപ്പോയി. കാണും ഇതിനകത്താണ് നമ്മുടെ USB ഹബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ ഞാൻ കാണിച്ചിട്ടാണ് ഗൈസ്. അപ്പം ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ട് പിന്നെ ഇത് നമ്മുടെ മൗസും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇങ്ങനെയാണ് പാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു സാധനം കിടപ്പുണ്ട്, ഇതാണ് നമ്മുടെ OTG കാര്യങ്ങളൊക്കെ. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കളർ ഉണ്ടെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ. ഇത് നമ്മുടെ C ടൈപ്പാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ. ഇത് C ടൈപ്പാണ്. എൻ്റെ ഫോൺ C ടൈപ്പ് ആയതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കീബോർഡും കാര്യങ്ങളൊക്കെ. എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കീബോർഡും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നാണ്. അത് ഏതായാലും സഹായിച്ചു ഗൈസ്. നല്ലൊരു കീബോർഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ തന്നെ RGB അങ്ങനത്തെ സാധനമൊന്നുമില്ല ഗൈസ്. RGB ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, പക്ഷേ അതിനൊക്കെ കുറേയധികം കോസ്റ്റും കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ടാണ് പിന്നെ RGB ഇല്ലാത്തത് മേടിച്ചത്. RGB ഉള്ള സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പഴയ മൗസ് പാഡും കാര്യങ്ങളൊക്കെയാണ്. മൗസ് പാഡല്ല, ഈ കീബോർഡും മൗസും എല്ലാം കൂടെ വെക്കാൻ പറ്റുന്നില്ലേ, ഒരു ഹാവൽസിൻ്റെ ഒരു പരസ്യത്തിൻ്റെ ഒരു കീബോർഡ് മൗസ് പാഡാണ്. ഇതെനിക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവച്ച്. ഈ ആദ്യം അറിഞ്ഞുകൂടായിരുന്നു ഈ സാധനം മൗസ് പാഡ് ഇങ്ങനത്തെയാണ്. പിന്നെയാണ് ആക്കിയത്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ സാധനം. ഓക്കെ, മൗസ്, പിന്നെ USB ഹബ്ബ്, പിന്നെ നമ്മുടെ മൗസ് പാഡ്, പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം കീബോർഡ്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിലൊന്ന് സെറ്റപ്പ് ആക്കി വെക്കണം. എന്താ പറയുക, എല്ലാം അടുക്കി പറക്കി വെക്കണം ഗൈസ്. അതൊക്കെ ആക്കിയിട്ട് വേണം. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കീബോർഡും കാര്യങ്ങളും വരുന്നത്. കാണിച്ചു തരാം. കോഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഓക്കെ, ഇതാണ് നമ്മുടെ കീബോർഡും കാര്യങ്ങളും വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കീബോർഡാണ്, 2 ദിവസം കഴിയുമ്പോൾ അറിയാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കീബോർഡും കാര്യങ്ങളും വരുന്നത്. എനിക്ക് ഭയങ്കര ഇതുണ്ട്. ഇനി ആദ്യമായിട്ട് ഞാൻ കീബോർഡ് മേടിക്കണമെന്നാണെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇനി ഇത് പറ്റുന്ന പോലെ ഉപയോഗിക്കണം. പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അത് ഓണാക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ അടിവശം വരുന്നത് ഇങ്ങനെയാണ്.
നല്ല ഡിസൈനിലേക്കാണ് ഈ വരുന്നത് കാര്യമായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ സാധനമുണ്ട്, ഈ മറ്റേ സ്റ്റാൻഡ് പോലത്തെ സാധനമില്ലേ, അതുണ്ട്. രണ്ട് സൈഡിലും അങ്ങനത്തെ സംഭവം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അത് നല്ലതാണ് ഈസ്. അത് എനിക്കും അത് ഇഷ്ടമാണ്. കാരണം വരെ അങ്ങനെ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ വയറൊക്കെയാണ് ഈസ്. ഇത് അത്യാവശ്യം നല്ല വലിയ വയറാണ് ഈസ്. കാരണം നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റും. കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കുത്താനൊക്കെ പറ്റും. വലിയ വയറാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മൗസ് പാഡും കാര്യങ്ങളൊക്കെ ഈസ്. ഇത് മൗസ് പാഡും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് പൊട്ടിക്കാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഈ മൗസ് പാഡും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ നല്ല സാധനം കേട്ടോ. ഇത് എനിക്ക് ഈ മൗസ് പാഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ക്വാളിറ്റിയിലാണ് ഈ സാധനം ഇവർ ബിൽഡ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്. ഈ നല്ല ഡിസൈനാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഒരുമാതിരി ഇതെന്താ പറയുക, ഒരുമാതിരി എന്താ ഡിസൈൻ എനിക്ക് അറിഞ്ഞാൽ, പക്ഷേ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് ഈ സത്യം പറഞ്ഞാൽ. നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഈ കൈ ഇതാണെങ്കിൽ ഇവിടെ വെക്കാനൊക്കെ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ ഇങ്ങനെ വെക്കാം ഗൈസ്. ഇവിടെയാണ് നമ്മുടെ സെറ്റപ്പ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കീബോർഡ് വെക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ട് ചമ്മിപ്പോയ പ്ലിങ്ങസി ആയി പോയിട്ടുള്ള നമ്മുടെ സാധനമാണ് നമ്മുടെ OTG അല്ല, USB ഹബ്ബും കാര്യങ്ങളാണ് ഇത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല കാര്യം എന്ന് വെച്ചാൽ 4 പോർട്ടാണ് വരുന്നത്. പക്ഷേ 4 പോർട്ടും വർക്കിംഗ് അല്ല ഈസ്. കാരണം ഇതിൽ നമ്മൾ കീബോർഡ് മൗസും കുത്തുവാണെങ്കിൽ നമുക്ക് അത് രണ്ടും ഒരുമിച്ച് വർക്കാക്കാൻ പറ്റുന്നില്ല. അതായത് ഈ USB ഹബ്ബിൽ കുത്തുന്ന സമയത്ത് വർക്കാവുന്നില്ല. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് അല്ലാതെ തന്നെ ഇപ്പം കീബോർഡ് തന്നെയായിട്ട് OTG വഴി നമുക്ക് കുത്തുമ്പം ഒരു കുഴപ്പമില്ല. കീബോർഡിനും കുഴപ്പമില്ല, മൗസിനും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു സാധനത്തിന് മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ഒരു കീബോർഡ് ഒന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ USB ഹബ്ബിനാണ് പ്രശ്നം. അപ്പം ഇതാണ് നമ്മുടെ മൗസും കാര്യങ്ങളൊക്കെ. പിന്നെ കീബോർഡും ഈ OTG വേറെ ഓർഡർ ചെയ്തിട്ട്, അല്ല USB വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. മൗസും കാര്യങ്ങളും ഇതാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൗസ് തന്നെയാണ് ഈസ്. ഇനി ഇതിനും RGBയും കാര്യങ്ങളൊന്നുമില്ല. ഇതിനും അത്യാവശ്യം നല്ല വലിയ വയറാണ് ഈസ് വരുന്നത്. പിന്നെ വയർ മാത്രമേ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഇച്ചിരി എനിക്ക് ക്ലീൻ സെറ്റപ്പ് വേണമെന്നുണ്ട് അതുകൊണ്ട്. പക്ഷേ വയർ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വയറില്ലാത്തത് മേടിച്ചാൽ കുറച്ച് പണിയാണ്. ഇടയ്ക്ക് കട്ടായി പോയാൽ തീർന്നു ഈസ്. കീബോർഡ് മൗസ് എല്ലാം അടിപൊളി സാധനമാണ് ഈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ OTG ഈ USB ഒരു പ്രശ്നമേ ഉള്ളൂ. വേറെ സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സെബ്രോണിക്സിൻ്റെ ഒരു USB ഹബ്ബ് നമ്മൾ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് വരുമ്പോൾ അറിയാം എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ അതോ USB ഹബ്ബിൻ്റെ പ്രശ്നമാണോ എന്ന് നമുക്ക് അതും കൂടെ വന്ന് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഈ മൊത്തത്തിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ഇതൊക്കെയായിരുന്നു ഒരു മൊത്തത്തിലുള്ള ഒരൊറ്റ കോംബോ. ഈ 5 സാധനങ്ങളാണ് കിട്ടുന്നത്. ഒന്ന് USB ഹബ്ബ്, പിന്നെ ഒന്ന് മൗസ്, പിന്നെ ഒന്ന് കീബോർഡ്, പിന്നെ OTG, പിന്നെ മൗസ് പാഡ്. ഇതെല്ലാം കൂടിയാണ് നമുക്ക് കിട്ടുന്നത് CS. അപ്പം ഇതെല്ലാമായിരുന്നു മൊത്തത്തിലുള്ള പരിപാടി. എന്നിട്ട് ഇതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പം എന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ലാസ്റ്റത്തെ ലുക്കും കാര്യങ്ങളും വരുന്നത്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും. നമ്മുടെ മൗസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ. വർക്കിംഗ് ആണ്, എല്ലാം അടിപൊളിയാണ്. അല്ല വർക്കിംഗ് അല്ല, എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നില്ല. എല്ലാം വർക്കിംഗ് ആണ്. ഞാൻ കീബോർഡിൻ്റെ ബട്ടണൊക്കെ അടുപ്പിച്ച് കാണിച്ചു തരാം ഗൈസ്. ഇതുകൊണ്ട് ഗൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല സ്മൂത്താണ് ഗൈസ്. കാര്യമായി നല്ല സ്മൂത്താണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് മൈൻക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇത് കളിക്കാൻ വലിയ എളുപ്പമുണ്ടാവും തോന്നുന്നു. പിന്നെ എല്ലാം അടിപൊളിയാണ് ഈസ്. അടിപൊളിയാണ് എല്ലാം. ടൈപ്പിംഗ് ആണെങ്കിൽ എഡിറ്റിംഗ് ആണ്, എല്ലാം അടിപൊളിയാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുണ്ട് ഈ കുറച്ച് ഇത് വലിയ കീബോർഡാണ്, മറ്റേ കമ്പ്യൂട്ടർ കീബോർഡാണ്. അതുകൊണ്ട് കുറേ കീസ് ഉണ്ടാവും, അതാണ് പ്രശ്നം. ഗൈസ് മൗസ് ആണെങ്കിൽ പോലും നല്ല അടിപൊളി മൗസാണ്. നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ് ഈ മൗസ് പാഡിൽ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് നമ്മൾ OTG എല്ലാ USB ഇവിടെ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ വയറും കാര്യങ്ങളും ഇങ്ങനെ പോയതാ ഇവിടെ എത്തുന്നുണ്ട്. എല്ലാം കൂടെയൊക്കെയാണ് ഇട്ടേക്കുന്നത്, ഒരു പിടിയില്ല ഗൈസ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫോം വെക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേപ്പർ കൊണ്ടാക്കി ക്രീപ്പറിൻ്റെ തലകാര്യം ആർക്ക് വെറുതെ വെച്ചേക്കാം, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നുണ്ടാവും ഗൈസ്. യെസ്, അപ്പം ഇതൊക്കെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ബൈ ബൈ, സി യു.